ഓണം അടുക്കുകയാണ്. ഓണത്തിന് വിവിധ വിഭാഗം ജനങ്ങൾക്ക് ഉത്സവ ബത്ത കൊടുക്കും, ബോണസ് കൊടുക്കും. ബോണസ് കൊടുക്കാത്തവർക്ക് അലവൻസ് കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാൽ ഇരുന്നപ്പോൾ 4500 രൂപയാണ് ബോണസ് കൊടുത്തതെന്നും 3000 രൂപ എന്താണ് 1750 രൂപ 2000 ആണെന്ന് തോന്നുന്നു, 2000 രൂപ അലവൻസും കൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയി എന്നാണ് അറിയുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് മാറും എന്ന് കൃത്യമായി അത് 5000ലേക്കും 3500ലേക്കൊക്കെ പോകുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം. അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ തരത്തിൽ പിന്നെ അത് പോയിട്ട് കോർപ്പറേഷനുകളുണ്ട്. ബെവ്കോ കോർപ്പറേഷനുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡുണ്ട്, അതുപോലെ തന്നെ ലോട്ടറിയുടെ കോർപ്പറേഷനുണ്ട്. അങ്ങനെ ഒത്തിരി കോർപ്പറേഷനുകളുണ്ട്. അത് പോയിട്ട് ക്ഷേമനിധി ബോർഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. പിന്നെ ആശാ വർക്കേഴ്സ് ഉണ്ട്, അംഗനവാടികളുണ്ട്, ആയമാരുണ്ട്, പിന്നെ പാചകത്തൊഴിലാളികളുണ്ട്, കുടുംബശ്രീക്കാരുണ്ട്, തൊഴിലുറപ്പുകാരുണ്ട്. ഇങ്ങനെ പല വിഭാഗങ്ങളാണ്. ഇവർക്കെല്ലാം ഓണത്തിന് ചെറിയ തോതിലുള്ള അലവൻസ് കൊടുക്കാറുണ്ട്. എന്നാൽ ഇതിൽ ട്രാപ്പിൽപ്പെട്ട് പോയവരുമുണ്ട്. ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ വാങ്ങുന്ന പല ആളുകൾക്കും ഓണ അലവൻസ് കിട്ടാത്ത കഥയുമുണ്ട്. ഇപ്പോൾ അംഗനവാടിക്കാർക്ക് ഓണ അലവൻസ് കഴിഞ്ഞ ഓണം വരെയും കൊടുത്തിട്ടില്ല. ഇനി ഇപ്രാവശ്യം കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ അംഗനവാടിക്കാരുടെ വിഷയങ്ങളുമായി സീരിയസ് ആയിട്ട് നമ്മൾ ഇടപെടുന്നില്ല. അതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷേ അവർക്ക് കിട്ടുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വർഷം കിട്ടുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം വരെ അവർക്ക് ഓണ അലവൻസ്, അംഗനവാടി ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നവർക്ക് കിട്ടിയിട്ടില്ല. ക്ഷേമനിധിയെ അവർക്ക് സമയത്ത് കിട്ടുന്നില്ല പെൻഷൻ, പിന്നെയല്ലേ ഈ ഓണത്തിൻ്റെ അലവൻസ് കിട്ടാൻ. അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സന്തോഷ വാർത്ത വരുന്നത്. ലോട്ടറി തൊഴിലാളികളുടെ ഓണം അലവൻസ് അല്ലെങ്കിൽ ഓണം ബോണസ് ഉത്സവ ബത്ത 1000 രൂപ കൂട്ടുന്നു. അത് അവരുടെ ഒരു തീരുമാനമാണ്, അവരുടെ ലോട്ടറി സംവിധാനത്തിൻ്റെ തീരുമാനമാണ്. 7500 രൂപയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 8500 രൂപയായി വർദ്ധിക്കും. 1000 രൂപയാണ് കൂട്ടുന്നത്. കാരണം ലോട്ടറിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ലാഭാധിഷ്ഠിതമായ വ്യവസായമായിട്ട് കണക്കാക്കുന്ന ഒരു കൺസിഡറേഷനിൽ വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നല്ല ബോണസ് കിട്ടും ആളുകൾക്ക്. ബെഫ്കോ കോർപ്പറേഷനിലും നല്ല ബോണസ് കിട്ടും. ബെഫ്കോ കോർപ്പറേഷനിൽ ലാഭാധിഷ്ഠിതമായിട്ടുള്ള ലാഭമുള്ളതാണല്ലോ. കാരണം നമുക്കിവിടെ ആകപ്പാടെ ലാഭമുള്ള 2 ഏജൻസി, ഒന്ന് ലോട്ടറിയും 2 മദ്യവുമാണ്. ഇത് രണ്ടും ലാഭമാണ് സർക്കാരിനെ സംബന്ധിച്ച്, സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗവുമാണ്. അപ്പോൾ അവർക്ക് നല്ല ബോണസ് കിട്ടും. എന്നാൽ 500 രൂപ ബോണസ് കിട്ടുന്നവരുമുണ്ട്. എന്നാൽ 5 പൈസയും ബോണസ് കിട്ടാത്ത, 1 പൈസയും അലവൻസ് കിട്ടാത്ത എംപ്ലോയ്മെൻറ്റ് പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ EPFൻ്റെ ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട്. അവർക്കാരാ ഓണം അലവൻസ് കൊടുക്കുന്നത്, ഓണം ബോണസ് കൊടുക്കുന്നത്? എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് EPFക്കാർക്കായാലും ഓണം അലവൻസ് കിട്ടുകയാണെങ്കിൽ അവർ പറയണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ച് ആളുകൾക്ക് അലവൻസ് കിട്ടുന്നു, ചിലർക്ക് വലിയ അലവൻസ് കിട്ടുന്നു, ചില ആളുകൾക്ക് അലവൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സർക്കാർ വളരെ ഗൗരവമായ ഒരു കമ്മീഷൻ വയ്ക്കുകയും എല്ലാവർക്കും മോർ ഓർ ലെസ് എല്ലാവർക്കും ഓണത്തിന് അലവൻസ് മാക്സിമം തുല്യമായി കൊടുക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളിൻ്റെ ഒരു 50% ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന നിലയിലുള്ള ഒരു റീവർക്ക് ചെയ്യണം. അത് വളരെ പ്രധാനമാണ്. കമ്പനികളിലുള്ളവർക്ക് വലിയ പൈസ കിട്ടുന്നു, സാധാരണ ജനങ്ങൾക്ക് ഒട്ടും പൈസ കിട്ടാത്ത അവസ്ഥ വരുന്നത് വളരെ ഗുരുതരമാണ്. അതൊരു വലിയ ഇനീക്വാളിറ്റിയാണ്, ഇൻജസ്റ്റിസ് ആണ്, അത് അനീതിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ ഈ 1000 രൂപ കൂട്ടിയ സന്തോഷ വാർത്ത പറയുമ്പോഴും അനീതികളുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവരിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നില്ല. അവർക്കത് കൊടുക്കണം. ലോട്ടറി തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും അത് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബോർഡിന് അത് കൊടുക്കണം. അതുപോലെ തന്നെ അതേസമയം ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വളരെ പ്രയാസപ്പെട്ടു പോകുന്ന ഒരു സ്ഥാപനമാണ്. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റുന്നു, ചില സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് 500 രൂപ പോലും കിട്ടുന്നില്ല. പിന്നെ ചില ആളുകൾക്കാണെങ്കിൽ ഒട്ടും തന്നെ കിട്ടുന്നില്ല. അതൊരു വലിയ അനീതിയാണ്. അപ്പോൾ ഇതിനകത്തൊരു സ്ട്രാറ്റജി പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. തീർച്ചയായിട്ടും ഓണം അലവൻസും ബോണസിനെ സംബന്ധിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചും അവരുടെ അഡ്വാൻസ് എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് 20,000 രൂപയായിരുന്നു നേരത്തെ ഓണം അഡ്വാൻസ്. അത് എത്രയാണെന്നുള്ളതിനെ സംബന്ധിച്ചും ഉത്തരവിന് ഉടനെ വരുമെന്ന് തന്നെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വന്നാൽ ഉടൻ തന്നെ നമുക്കത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യാം.